സ്തോത്രം. ദൈവം എഴുന്നേക്കണം. നമ്മുടെ വിഷയം എന്തുമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, രോഗസംബന്ധമായ വിഷയമാകട്ടെ, എനിത്തിങ്, ഏത് വിഷയമാകട്ടെ, ആ വിഷയത്തിന്റെ മേൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേക്കണം. എഴുന്നേറ്റാൽ വിടുതലാണ്. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറും. ആരാണ് ദൈവം അല്ലേ? ആരാണ് ദൈവം? എല്ലാ മനുഷ്യരും അവരുടെ ദൈവത്തെ ദൈവം എന്നാ പറയുന്നത്. ഓരോ ജാതികൾക്കൊരു ദൈവമുണ്ട്, കുലദൈവങ്ങളുണ്ട്, ദേശദൈവമുണ്ട്. ഈ ദേശത്തിൽ ഒരു ദൈവമുണ്ട് അല്ലേ? ഒരു പഞ്ചായത്തിനൊരു ദൈവമാണ്. അങ്ങനെ ദൈവങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തെ ദൈവം ഒറ്റ വാക്കിൽ പറഞ്ഞൊതുക്കാൻ കഴിയത്തില്ല. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച്, ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധി, നീതി, ശക്തി, ബുദ്ധി എന്നിവയിൽ പരിപൂർണനും തന്റെ നിർണയങ്ങളെ നിറവേറ്റുന്നവനുമായ ആത്മശക്തനായ വ്യക്തിയാണ് ദൈവം. കണ്ടോ, പരിശുദ്ധിയിൽ അതിഭയങ്കരനാണ്, വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്, ഹല്ലേലൂയ, ബുദ്ധിയിൽ അതിഭയങ്കരനാണ്, ഹല്ലേലൂയ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവമാണ്. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. അങ്ങനെയെങ്കിൽ ദൈവം എഴുന്നേൽക്കണമെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ ആത്മാർത്ഥതയോടെ നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആവശ്യമാനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എഴുന്നേൽക്കുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഏത് വിഷയത്തിന്റെ മേലാണ് ഭാരപ്പെട്ട് നീ ആയിരിക്കുന്നത്, ആ വിഷയത്തിന്റെ മേൽ ഹൃദയംഗമായി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുവാനിടയായി തീരും. നോക്കണമേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഒരു അത്യന്ത ശക്തി നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു നിൽപ്പുണ്ട്.